എല്ലാ സാധനങ്ങളും ഞാനെടുത്ത് അരിഞ്ഞു വെച്ച്. പിന്നെ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, തക്കാളി, കറിവേപ്പില ഇത്ര ഇരിപ്പുണ്ട്. ഈ സൈഡിലാണെങ്കിൽ ഇരിക്കുന്നത് നമ്മുടെ അജിമോന് കൊടുക്കാനായിട്ട് പിന്നെ മീൻ്റെ പരിഞ്ഞില്ല കേട്ടോ. കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ ഇതിൻ്റെ കൂടെ അങ്ങ് എടുത്തുണ്ടാക്കും. നമുക്കിച്ചിരി പിന്നെ ഇതെടുക്കാം, പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നമ്മുടെ വീട്ടിൽ ഇവിടെ ആട്ടിയെടുത്ത വെളിച്ചെണ്ണ കേട്ടോ. ഇവിടെ ആട്ടിയെടുത്ത വെളിച്ചെണ്ണയാണ്. പിന്നെ നമുക്ക് കുറച്ച് ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇത് കൂടുതൽ വേണ്ടുന്നവർക്ക് കൂടുതൽ ഒഴിക്കാം. പിന്നെ നമ്മുടെ ഒരു അളവിനനുസരിച്ച് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ പണ്ടൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന മീൻകറി പണ്ട് എൻ്റെ പ്രായത്തിലൊക്കെ ഉള്ളവർ കേട്ടോ 42-43 വർഷം മുമ്പുള്ള അവരുടെയൊക്കെ പിന്നെ വർഷം അന്ന് മുതലേ നമുക്ക് അറിയത്തുള്ളൂ വെക്കുന്നത്. പിന്നെ മീൻകറിയൊക്കെ ആ ഒരു ടേസ്റ്റുകളൊക്കെ അറിഞ്ഞു തുടങ്ങിയത്. പിന്നെ അന്നൊക്കെ വെക്കുന്ന മീൻകറിയൊക്കെ ഇതുപോലെ ഇങ്ങനല്ല. സാധാരണ പിന്നെ നമ്മൾ മുളകും മല്ലിയും പിന്നെ ഉലുവായും എല്ലാം കൂടെ വറുത്തിട്ട് വറുത്ത് അത് ഈ ഉരലെ വെച്ച് ഇടിച്ച് പൊടിച്ചൊക്കെയായിരുന്നു നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. നമ്മുടെ അമ്മമാരൊക്കെ അങ്ങനെയായിരുന്നു നമുക്ക് ഉണ്ടാക്കി തരുന്നത്. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല. അത് എല്ലാം കൂടെ അരച്ചിട്ട് മീൻ അങ്ങോട്ട് വെട്ടി കഴുകി വൃത്തിയാക്കി എടുത്ത് അതിലോട്ട് ഇതെല്ലാം കൂടെ അങ്ങോട്ട് പിന്നെ അതിൻ്റെ അരപ്പെല്ലാം കൂടെ അങ്ങോട്ട് ചേർത്ത് ഇളക്കിയിട്ട് അതിനകത്ത് പുളിയും ചേർത്ത്, കുടംപുളി ചേർക്കുന്നവർ കുടംപുളി, അല്ലാതെ വാളംപുളി ചേർക്കുന്ന ആൾക്കാരും ഉണ്ട്. അവരാണെങ്കിൽ അതും ചേർത്തിട്ട് അടപ്പ വെച്ച് ഉപ്പും എല്ലാം ചേർത്ത് അടപ്പയിലോട്ട് വെക്കുക. അവിടെ ഇരുന്ന് കറിച്ചട്ടിയിലാണ് വെക്കുന്നത്, അടുപ്പിലാണ് വെക്കുന്നത്, വിറകടുപ്പിൽ അവിടെ ഇരുന്ന് അത് വെന്ത് നമ്മൾ പിന്നെ ഇതെല്ലാം അങ്ങോട്ട് ഒരു കടുവ് വറുത്തങ്ങ് ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ അങ്ങനെയല്ല. നമ്മൾ ആദ്യം കടുവ് അങ്ങ് വറക്കും. കടുവ് വറുത്തിട്ട് പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. വെളുത്തുള്ളി ഇഞ്ചി അവിടെ ഇരുന്നൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ അടുത്തത് നമ്മൾ ചേർക്കും. അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ ഇത് വെളുത്തുള്ളി നല്ല തീ കൂട്ടിയാണ് വെച്ചേക്കുന്നത്. അജിമോൻ വരുമ്പോഴത്തേക്കെന്നുള്ള ഒരു ഇതിലാണ് പെട്ടെന്നുള്ള ഒരു രീതി. അത് ഒരുവിധമായിട്ടുണ്ട്. ഇനി നമ്മൾ അതിലോട്ട് സവാള ചേർക്കാത്തവരും ഉണ്ട് കേട്ടോ. ഉള്ളി സവാള ഒന്നും ചേർക്കാതെ മീൻകറി വെക്കുന്നവരും ഉണ്ട്. പിന്നെ അതിനും അതിൻ്റേതായ നല്ല ടേസ്റ്റാണ്. അതുപോലെ മല്ലി ചേർക്കത്തില്ല, മല്ലി ചേർക്കാത്തവരുണ്ട്. മല്ലി ചേർക്കാതെ വെക്കുന്ന മീൻകറിക്ക് വേറെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ മല്ലിയും ചേർക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ ചില മീനൊക്കെ മല്ലി ചേർക്കാതെ ഉണ്ടാക്കും. മല്ലി പിന്നെ ഇപ്പം ഞാനാണെങ്കിൽ ഇതിൽ ചേർത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കടുവ് പൊട്ടിച്ചിട്ട് അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് സവാള ചേർത്തു. നല്ലപോലെ വഴണ്ട് വരുന്നുണ്ട്. ഇനിയിപ്പം പിന്നെ ഇതിലോട്ട് നമ്മൾ പിന്നെ എല്ലാം റെഡി ആയിട്ടുണ്ട്. തക്കാളിയും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുക. തക്കാളിയും പച്ചമുളകും കൂടെ 4 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടത്തിന് എടുത്താൽ മതി. അതും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. അങ്ങനെ ചേർത്ത് അവിടെ നല്ലപോലെ വഴണ്ട് വരട്ടെ. നമ്മൾ കറിവേപ്പിലയും കൂടെ നമ്മൾ ചേർത്തു. പിന്നെ കറിവേപ്പിലയും ചേർത്തു. ഇപ്പം ഒരുവിധം എല്ലാം വഴണ്ട് വന്നിട്ടുണ്ട്. മഴ പെയ്യുന്നുണ്ട്. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പിന്നെ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാനാണെങ്കിൽ ഞാൻ ഇച്ചിരി കൂടുതലും. ഇനി നമുക്ക് മുളക് പൊടി ചേർക്കാം. മുളക് പൊടി ആവശ്യത്തിന് നമ്മൾ എത്ര മീൻ എടുക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യത്തിന്. ഞാനാണെങ്കിൽ 3 സ്പൂണ്, ചെറിയ സ്പൂണിന് 3 സ്പൂണ് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. തീയൊന്ന് കുറച്ച് വെക്കാം. ഇനി നമുക്ക് ഒരിച്ചിരി ഉലുവാപ്പൊടി ചേർക്കാം. ആട് പിന്നെ അയ്യത്ത് നിൽക്കുക. അയ്യം എന്ന് പറഞ്ഞാൽ പറമ്പാണ്. പിന്നെ ഉലുവാപ്പൊടി ആവശ്യത്തിനേ ചേർക്കാവുള്ളൂ. ഇനി നമുക്ക് ചേർക്കേണ്ടുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി നമുക്ക് ഇച്ചിരി ചേർക്കാം. മല്ലിപ്പൊടി ചേർത്തു. ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഉപ്പുനീര് ഒഴിക്കുന്നതെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കലക്കി വെക്കുക ചെയ്യുന്നത്. എന്നിട്ട് ഉപ്പുനീരെടുക്കുക ചെയ്യുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പുനീരും ഇനി നമ്മൾ ചേർക്കുന്നത് പുളി
കുടംപുളിയാണ്, ആവശ്യത്തിനുള്ള കുടംപുളിയും ചേർത്ത് എല്ലാം ചേർത്ത് വെച്ചേക്കുക. കുറച്ച് വെള്ളം എടുത്തിട്ട് എല്ലാവരും എല്ലാം എടുത്ത് വെച്ചിട്ടൊക്കെയാണ് നിൽക്കുന്നത്. നമ്മളെല്ലാം വീട്ടിലുണ്ടാക്കുന്ന ശീലമായതുകൊണ്ട് മഞ്ഞൾപ്പൊടിയുടെ ഇത് മല്ലിപ്പൊടിയുടെ പാത്രമാണ് കേട്ടോ. എന്നിട്ട് ഒഴിച്ച് കൊടുക്കാം, വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരുന്നുകൊണ്ടേ നല്ലതായിട്ട് തിളച്ച് വരട്ടെ. അങ്ങനെ തിളച്ച് വന്നിട്ട് തന്നെ ഈ മീൻ ഇടാവുന്നൊന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ തന്നെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അതിന് നമ്മൾ വെട്ടി വെച്ചേക്കുന്ന മീൻ ഞാൻ കാണിച്ചില്ലായിരുന്നല്ലോ. ഇതാണ്ട് നമ്മൾ വെട്ടി വെച്ചേക്കുന്ന മീനെ പിന്നെ അയിലക്കൊഴുവ എന്ന് പറയുന്ന മീനാണ് കേട്ടോ. അയിലക്കൊഴുവ അതാ നമ്മൾ പിന്നെ വെട്ടി വെച്ചേക്കുന്നത്. കണ്ടല്ലോ അതുകൊണ്ട് ഇതാ. അപ്പം ഇതൊന്ന് മുറിച്ചിട്ട് അതിൻ്റെ തലഭാഗം നമുക്കെടുത്ത് കുറച്ച് മാംസവും കൂടെ ചേർത്ത് നമുക്കെടുത്തൊന്ന് വറക്കണം, 2-3 എണ്ണം. ബാക്കി കുറച്ച് മീനേ ഉള്ളൂ, 5-6 എണ്ണമേ ഉള്ളൂ കേട്ടോ, 1/2 കിലോ. എന്നിട്ട് നമുക്ക് ബാക്കി എടുത്ത് നമുക്ക് കറിയിലിടാം. അങ്ങനെ നമ്മുടെ മീൻകറി എല്ലാം വെന്ത് റെഡി ആയിട്ടുണ്ട്. ആവശ്യത്തിന് പിന്നെ വെന്ത് പറ്റിയിട്ടുണ്ട്. ഇത്രയും മതി. ഇത് നമുക്ക് ചക്കയുണ്ട് ഇവിടെ കേട്ടോ, ചക്കയുണ്ട്. പിന്നെ ചക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട്, വേവിച്ചിട്ടില്ല, അത് വൈകിട്ട് വേവിക്കും. അപ്പോൾ ഇത് അജുമോൻ വരുമ്പോഴത്തേന് ഇപ്പം വരും. മണി 1:45 അജുമോൻ ഇപ്പം വരും. എന്താ വരാൻ താമസിക്കുന്നതെന്ന് അറിയത്തില്ല. രണ്ട് മീൻകറി വെന്തു. രണ്ട് മീൻ വറക്കാനുള്ളത് എടുത്ത് വെച്ചേക്കുന്നേ. 2-3 തല പിന്നെ ഇങ്ങനെ തലഭാഗം 2-3-4 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. 2 പീസും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അജുവിനും അച്ചാച്ചനും കൊടുക്കാം 2 പീസ്. അജുമോനും തിന്നോളൂ. ഈ തലഭാഗത്തിനെല്ലാം ഇതിന് മാംസമുണ്ട്. അതും അജുമോന് ഇഷ്ടവും, അവൻ കഴിക്കും. ഞാനും എല്ലാവരും കഴിക്കും. ഞങ്ങൾ അപ്പോൾ താങ്ക് യു. ഇനി ഞാനിത് ഓഫാക്കുവാന്നേ. താങ്ക് യു. എല്ലാവരും വീഡിയോ കാണണം. ചോറ് വെന്ത് അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ചോറ് വെന്ത് നമുക്ക് കാണാം. നമ്മുടെ അടുപ്പേ ചോറ് വെന്തിരിപ്പുണ്ട്. ഒരു കലം ചോറ്. ഇതെന്തോ ഇത്രയും ചോറെന്ന് ചോദിക്കും. ഞാനൊക്കെ വയറ് നിറച്ച് ചോറ് കഴിക്കുന്ന ആളാണ്. പിന്നെ അത് മാത്രമല്ല നമ്മുടെ 2 പട്ടികൾ നമുക്കുണ്ട്. അജു ഇച്ചിരി കഴിക്കത്തുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു. എല്ലാവരും എൻ്റെ വീഡിയോ കാണൂ, സപ്പോർട്ട് ചെയ്യുമോ, സബ്സ്ക്രൈബ് ചെയ്യുമോ, കമൻറ്റ് അയക്കുകയോ എല്ലാം ചെയ്യണേ. ഓഫാക്കി എല്ലാം വേണ്ട റെഡിയായി നല്ലതായിട്ടിരിക്കുന്നുണ്ട്. കുഴപ്പമില്ല. ഉപ്പും പുളിയൊക്കെ കാണുമെന്ന് വിചാരിക്കുന്നു. അജുമോൻ ആദ്യം കഴിക്കുന്നത് ഇപ്പോൾ സ്കൂളില്ലാത്തത് കൊണ്ടാണ്. മറ്റന്നാൾ മുതൽ കുഞ്ഞിൻ്റെ സ്കൂൾ തുടങ്ങുമല്ലയോ. പിന്നെന്താ പറയാൻ, ഒന്നും മേടിച്ച് കൊടുത്തിട്ടില്ല. അവൻ വെട്ടാൻ പോയിട്ട് ആ പൈസ തന്നെ എടുത്ത് എൻ്റെ കുഞ്ഞ് ബുക്കും പുസ്തകവും എല്ലാം മേടിച്ചത്. വേറെ ഒന്നും മേടിച്ച് കൊടുത്തിട്ടൊന്നുമില്ല. സ്കൂൾ തുറപ്പിന് എനിക്ക് മരുന്നൊന്നും മേടിക്കുന്നില്ല. ഇപ്പോൾ ഒത്തിരി നാളായി മരുന്ന് കഴിച്ചിട്ട്. അതിൻ്റേതായ ഭയങ്കര വേദനയും അസ്വസ്ഥതയാണ്. ഞാൻ അജുമോനോട് പറയാറില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അവന് സങ്കടമാവും. പിന്നെ അവന് പനി അങ്ങനത്തെ അസുഖങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഞാൻ അവനോട് പറയത്തേയില്ല. എനിക്ക് വേദനയാണെന്നൊന്നും ഞാൻ പറയാറില്ല. നമ്മുടെ മീൻകറി കണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഓരോ വീട്ടിൽ ഓരോ രീതിയിലാണ് വെക്കുന്നത്, നമ്മളിങ്ങനെ വെക്കുന്നത്. താങ്ക് യു. എല്ലാവരും വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. കമൻറ്റുകൾ തീർച്ചയായിട്ടും അയക്കണേ, ലൈക്കൊക്കെ തരണേ. താങ്ക് യു.